BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. മന്ത്രിസ്ഥാനത്ത് എത്തിയിട്ടും കെ മുരളീധരൻ ഒന്നിനു പിറകെ ഒന്നായി വിവാദങ്ങളിലേക്ക് എത്തുകയാണ്. മന്ത്രിയായി അധികാരമേറ്റപ്പോൾ തന്നെ വകുപ്പിനെ ചൊല്ലി മുരളി തർക്കമുന്നയിച്ചു. നേരത്തെ വൈദ്യുതി മന്ത്രിയായി 6 മാസം ഉണ്ടായിരുന്ന മുരളീധരൻ തിരഞ്ഞെടുപ്പിൽ തോറ്റതിനെ തുടർന്നാണ് മന്ത്രിസ്ഥാനം രാജിവെച്ച് അന്ന് പുറത്തുപോയത്. ഇക്കുറി വൈദ്യുതി മന്ത്രിസ്ഥാനം നൽകിയെങ്കിലും മുരളി അത് നിരാകരിച്ച് ആരോഗ്യം ആവശ്യപ്പെടുകയായിരുന്നു. ആരോഗ്യം, ദേവസ്വം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയുള്ള മുരളീധരൻ ആദ്യം സൃഷ്ടിച്ച വിവാദം ജുഡീഷ്യറിക്കെതിരായ പരാമർശത്തെ തുടർന്നായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലെന്നും പൂർണ്ണമായും കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നും ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒപ്പം ദേവസ്വം ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പോലും ഹൈക്കോടതി ഇടപെടുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥരെ നിയമിക്കണമെങ്കിൽ പോലും കോടതിയുടെ അനുവാദം വേണം എന്ന സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിന് തന്നെ വിഘാതമാകുന്നു എന്നും മുരളി അഭിപ്രായപ്പെട്ടു. സംഭവം വിവാദമാകും എന്ന് കണ്ടപ്പോൾ ജുഡീഷ്യറിയുമായി ഏറ്റുമുട്ടാനില്ലെന്നും കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം വേണമെന്നുമാണ് താൻ അഭിപ്രായപ്പെട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോടതിയോട് ബഹുമാനക്കുറവില്ല, സർക്കാരിന് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം വേണം. കോടതികൾക്ക് സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ഇടപെടാനും തെറ്റുതിരുത്താനും അധികാരമുണ്ട്. പക്ഷേ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം സർക്കാരിന് തന്നെ ഉണ്ടാകണം, അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണം തടയാൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയ ശ്രമമാണ് വൻ വിവാദത്തിലേക്ക് എത്തിയത്. 1980കളിൽ സേവാഭാരതിയാണ് മെഡിക്കൽ കോളേജിൽ ഭക്ഷണ വിതരണം ആരംഭിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പദ്ധതി പിന്നീട് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും ചില പ്രധാന ജനറൽ ആശുപത്രികളിലേക്കും വ്യാപിപ്പിച്ചു. ഇതിനിടെ DYFIയും CH സെന്ററിന്റെ പേരിൽ കോഴിക്കോട്ട് മുസ്ലിം യൂത്ത് ലീഗും ഭക്ഷണ വിതരണം ആരംഭിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സ്ഥലം കയ്യേറിയെന്ന് ആരോപിച്ചാണ് ഭക്ഷണ വിതരണം തടയാൻ ശ്രമമുണ്ടായത്. ഇതിനെതിരെ സേവാഭാരതിയും DYFIയും രോഗികളും കൂട്ടിരിപ്പുകാരുമൊക്കെ പരസ്യമായി രംഗത്ത് വന്നു. ആലപ്പുഴയിൽ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണ വിതരണം നടത്തുമെന്നാണ് മുരളീധരൻ അവകാശപ്പെട്ടത്. സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ അനുഗ്രഹമാണ് സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണ വിതരണം. അന്നം തടയാനുള്ള നീക്കത്തിനെതിരെ രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ പേരും പുറത്തു വന്നതോടെയാണ് മുരളീധരൻ വീണ്ടും വിവാദത്തിലായത്. ബാനർ കെട്ടിയുള്ള ഭക്ഷണ വിതരണം തടയുമെന്നാണ് താൻ പറഞ്ഞതെന്നും മെഡിക്കൽ കോളേജുകൾക്ക് ഉള്ളിൽ രാഷ്ട്രീയം വേണ്ടെന്നുമാണ് തന്റെ നിലപാടെന്നും പിന്നീട് അദ്ദേഹം തിരുത്തിയെങ്കിലും DYFIയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുരളീധരനെതിരെ പരസ്യമായ വിമർശനമാണ് ഉന്നയിച്ചത്. രോഗികൾക്കുള്ള സൗജന്യ ഭക്ഷണത്തിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്നും ഇക്കാര്യത്തിൽ വിവാദം സൃഷ്ടിക്കുന്നത് ശരിയല്ലെന്നുമാണ് BJPയുടെ ഈ നിലപാട്. അതേസമയം ആരോഗ്യകാര്യങ്ങളിൽ മുരളീധരൻ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന ആരോപണവും മാധ്യമങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയായി ചുമതല ഏറ്റ ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റി ഡയറക്ടറേറ്റിൽ കസേര കളിക്കുള്ള അവസരമുണ്ടാക്കിയത് കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് അവസാനിച്ചത്. കഴിഞ്ഞ 2 മാസത്തിനിടെ സംസ്ഥാനത്ത് ഷിഗല്ല വൻതോതിൽ വ്യാപിച്ചു. രോഗികളുടെ എണ്ണം 10 ഇരട്ടിയായി. 6 പേരാണ് ഷിഗല്ല മൂലം മരണമടഞ്ഞത്. പകർച്ചപ്പനിയും വ്യാപകമായി. 33% പനിബാധിതരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയത്. ഇൻഫ്ലുവൻസ രോഗികളുടെ എണ്ണം 178% കൂടി. അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം 11 പേർ മരിച്ചു. 121 പേർക്ക് രോഗബാധയുണ്ടായി. വയറിളക്കം മൂലം 5 പേർ മരിച്ചു. 240 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. ചികിത്സാ പിഴവ് മൂലം സർക്കാർ ആശുപത്രികളിൽ 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 5 പേർ മരിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മന്ത്രിയുടെ ശ്രദ്ധ വരാതെ വിവാദങ്ങളിലേക്ക് പോകുന്നത് ഗുണകരമാവില്ല എന്ന അഭിപ്രായം UDFിൽ തന്നെയുണ്ട്. മുതിർന്ന നേതാവ് AK ആന്റണിയെ മുക്കാലിയിൽ കെട്ടി അടിക്കണമെന്ന് രാഷ്ട്രീയ പ്രവേശന വേളയിൽ നടത്തിയ പ്രസ്താവന മുരളീധരനെ അന്ന് മുതൽ തന്നെ വിവാദത്തിലേക്കാണ് എത്തിച്ചത്. കരുണാകരന്റെ മകനെന്ന വ്യക്തിപ്രഭാവവും മുൻ KPCC പ്രസിഡന്റ് പദവിയും മുഖ്യമന്ത്രിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മുരളീധരൻ മാറുന്നു എന്ന ആക്ഷേപവും ഉണ്ട്. കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത് ദേവസ്വം ബോർഡുകളിലെയും ക്ഷേത്രങ്ങളിലെയും കുത്തഴിഞ്ഞ വഴിവിട്ട ഇടപാടുകളാണ് കോടതി നടപടികൾക്ക് വഴിവെച്ചതും
ജസ്റ്റിസ് പരിപൂർണന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബെഞ്ച് രൂപീകരിക്കാനും ഇടയാക്കിയത്. ഇതിനെതിരെയുള്ള മുരളിയുടെ നിലപാടിൽ ഹൈന്ദവ സംഘടനകളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അമിതമായ രാഷ്ട്രീയവൽക്കരണവും സർക്കാർ ഇടപെടലും രാഷ്ട്രീയക്കാരുടെ കൊള്ളയും ദേവസ്വം ബോർഡുകളുടെയും ക്ഷേത്രങ്ങളുടെയും പ്രവർത്തനത്തെ ബാധിക്കുമ്പോൾ കോടതിയാണ് ഏകരക്ഷ എന്ന അഭിപ്രായത്തിലാണ് ഹൈന്ദവ സംഘടനകൾ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.